ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ക്രിസ്മസ് വെക്കേഷന് വീഡിയോ പോയപ്പോൾ 4 ദിവസം വെക്കേഷനാണ്, 40 പണി ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ ഇപ്രാവശ്യം വെക്കേഷന് പോയപ്പോൾ വലിയച്ഛൻ്റെ മോള് വലിയച്ഛന് കൊടുത്തൊരു സംഭവമാണ് കേട്ടോ. ഈ കൂച്ചിടാനുള്ള കുഴി കുത്തിക്കൊണ്ടിരിക്കുന്ന വലിയച്ഛൻ. അപ്പോൾ ചേച്ചി ഇപ്രാവശ്യം വരുമ്പോൾ വലിയച്ഛന് ഒരു 1000 ചാക്കിൻ്റെ തൈ ഓർന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ അത് കുഴിച്ചിടുമ്പോൾ വലിയച്ഛൻ വിളിച്ച് വായു ചക്കത്തിനുള്ളവരൊക്കെ വന്നിട്ട് കുഴി കുത്തിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോഴാണ് മക്കൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കണേണ്ടത്. അപ്പോൾ മക്കളുടെ ഉണ്ണിപ്പരയാണ്ട് ഈ കാണുന്നത്. ഉണ്ണിപ്പര വെച്ചാൽ നമ്മൾ ടെൻറ്റൊക്കെ ഇട്ടില്ലേ, ആ പിള്ളേർക്ക് ഇപ്പോൾ ടെൻറ്റൊന്നും വേണ്ട. ഇപ്പോൾ ഇങ്ങനത്തെ കളിയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു വേറെ വൈബാണ് കേട്ടോ. അപ്പോൾ കല്ലൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. കാലുമ്പോൾ കല്ല് വീണുണ്ട് കഴിഞ്ഞാൽ പൂസെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയില്ല എന്ന് പ്രത്യേകം പറഞ്ഞു കേട്ടോ. ഇരുമ്പാമ്പിളിയും ഒരു ഇരുമ്പാമ്പിളി പൊരിഞ്ഞുണ്ടാവില്ല, കാരണം അതിൻ്റെ പൂവൊക്കെ തല്ലി കുഴിച്ചെടുത്തിട്ടുണ്ട്. ഉണ്ണിച്ചോറ് വയ്ക്കുമ്പോൾ ബിരിയാണി വയ്ക്കാമെന്ന് പറഞ്ഞതിനോട്. ഈ കാണുന്നത് നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് ഉണ്ടാവണം ബക്കറ്റും കാര്യങ്ങളാട്ടോ, മരുന്ന് കലക്കണ ബക്കറ്റും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വേറെ ഒരു യൂസിനും നമ്മൾ എടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഈ കാണുന്നതായിട്ട് മരുന്നും കുറ്റി, ഇതിൽ മരുന്നാക്കിയിട്ടാണ് പടത്തൊക്കെ തെളിക്കുക. അത് നമ്മുടെ പറമ്പിലും എന്തെങ്കിലുമൊക്കെ ഉണക്കാണ്ടെങ്കിലും ഒഴിക്കാറുണ്ട് കേട്ടോ നമ്മൾ. അങ്ങനെ ഈ റിങ് ഇറക്കാനുള്ള കുഴിയാണ് നമ്മൾ കുത്തുന്നത്. അപ്പോൾ ചെന്ന് ഞാനും 2-3 കുഴിയൊക്കെ കുത്തിയിട്ടാണ്. 2-3 കുഴി വെച്ചാൽ കുഴിയിൽ ഇറങ്ങിയിട്ട് 2-3 കെട്ട് കൈക്കോട്ടുണ്ട് കുത്തിയാണ് ഉദ്ദേശിച്ചത്. പിന്നെ പിറകിൽ കാണുന്നത് എൻ്റെ വീടാണ് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് വലിയച്ഛൻ്റെ വീടുള്ളത്. നടുവിൽ റോഡ് പോകുന്നുണ്ട്. അപ്പുറത്ത് ഞങ്ങൾ വർത്തമാനം പറയാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നല്ല രീതിയിൽ കൊത്തിയപ്പോൾ വിളിച്ചാൽ പറഞ്ഞ് നിനക്ക് പറ്റില്ലടി, നീങ്ങോട്ട് മാറിക്കുന്നൊക്കെ വന്നിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാനും വാശി എടുത്തു. ഞാൻ 2-3 വട്ടം അങ്ങനെ എടുത്തുവിട്ടാ. പിന്നെ മണ്ണ് കഴിഞ്ഞിട്ടാ. മണ്ണ് കഴിഞ്ഞപ്പോഴാണ് വലിയച്ഛൻ്റെ സൂത്രം മനസ്സിലായത്. വലിയച്ഛൻ്റെ മണ്ണ് ഇളക്കാൻ വേണ്ടിയിട്ട് എള്ളാങ്കി വെച്ച് 2-3 കുത്തിയിട്ട് കറക്റ്റ് വട്ടാണ് കേട്ടോ. ഞാനൊക്കെ കുഴി കുത്തി കഴിഞ്ഞു നീ ചതുര അല്ലെങ്കിൽ നീളെ ഇങ്ങനെ ഒരു ഷേപ്പില്ലാത്തൊരു കുഴിയായിട്ട് വരാറ്. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കുഴി കുത്താറുണ്ട്. അങ്ങനെ ഉടുപ്പൊക്കെ നല്ലോണം കുത്തിയിട്ട് അമ്മയുടെ മാക്സിൻ്റെ എടുത്തിട്ടുള്ള സത്യം പറയട്ടോ. വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മയുടെ ഡ്രസ്സാണ് കേട്ടോ ഞങ്ങളുടെ എല്ലാവരും. കാരണം ഇവിടുന്ന് പോകുമ്പോൾ ഡ്രസ്സൊന്നും കൊണ്ടുപോകാറില്ല. അങ്ങനെ അവിടെ പോയി ഇതാണ് ഇളാങ്ക് എന്നാണ് സംഭവം. ഇതുകൊണ്ട് വലിയ കറക്റ്റ് കുഴി വട്ടം കുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് വട്ടം കിട്ടിയത്. കുറച്ച് നേരത്തെ ഗൂഢാലോചനകൾക്ക് ശേഷം ഞങ്ങളിത് എങ്ങനെ ഇറക്കുമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കയറൊക്കെ ഇട്ട് പിടിച്ച് എല്ലാവരും കൂട്ടിയിട്ട് സൈഡിലൊക്കെ നിന്നിട്ട് പിടിച്ചു വിട്ടാം. ഇവന്മാരാണ് ഈ റിങ് ഇറക്കണേന്ന്. ഞാനും ചേച്ചി മേടിച്ചിട്ടും കഷ്ടപ്പെട്ടതിനൊന്നും ഒരു ഇതില്ലാണ്ടായിട്ട്. കാരണം ഞാൻ പറഞ്ഞു മക്കളെ ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനമാണ്, മക്കൾ മാറുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ കേസാവെന്നൊക്കെ വന്നിട്ട് ഇടവിലാണ് മാറ്റുന്നത്. പക്ഷേ ഇവന്മാർക്കൊരു രസം അങ്ങനെ ഇവരിത് പിടിച്ചിറക്കി മെല്ലെ പിടിച്ചിറക്കണമൊക്കെ ഉണ്ട് കേട്ടോ. കറക്റ്റ് റിങ് നമ്മളെല്ലാം ഇറക്കി വെച്ചു കേട്ടോ. നമ്മളിതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം ഇറക്കിയപ്പോഴാണ് മനസ്സിലായി അത് പൊന്തണില്ലാന്ന്. പിന്നെ നമ്മളതിൻ്റെ ഉള്ളിൽ കയറ് മെല്ലെ ഇട്ടിട്ട് പിടിച്ചങ്ങോട്ട് ഇറക്കി വെച്ചാൽ അപ്പോൾ കറക്റ്റ് ഇരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങളിതിലൊക്കെ ഫില്ല് ചെയ്യണം കേട്ടോ. ഫില്ല് ചെയ്യണ സംഭവം എന്തെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിള്ളേരെ ഇറക്കിയാൽ ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറെ എന്തോ പണിക്ക് പോയിണ്ടായിരുന്നു കേട്ടോ. അത് അടുത്ത വീട്ടിൽ കാണിച്ചു തരാം എന്ത് പണിക്ക് പോയി എന്നുള്ളത്. അപ്പോഴേക്കും ഞാൻ വരുമ്പോഴേക്കും ഇതൊരു ഫില്ല് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തു കേട്ടോ. അപ്പോഴേക്കും എനിക്ക് കുറച്ച് വീഡിയോ കിട്ടിയിട്ടാ. എന്നുവെച്ചാൽ ഇതിൽ ഒരു മിക്സ് ചെയ്യുന്നത് കപ്പലിൻ്റെ പിണ്ണാക്കും ആട്ടുംകാട്ടും അതുപോലെ തന്നെ ചാണകവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ നിറച്ച് കുഴിച്ചിടാണ്ട് ചെയ്തത്. അതേണ്ട ഇത് ഈ വീഡിയോ കിട്ടി, പക്ഷേ ഇതിൽ ഫില്ല് ചെയ്യണ വീഡിയോ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ചേച്ചി ബുദ്ധിപരമായിട്ട് കൈ കൊണ്ട് തൊടണ്ടാറ് സാധനം ഇരുന്നിട്ട് കപ്പലിൻ്റെ പിണ്ണാക്ക് വലിയ കുഴപ്പമില്ലല്ലോ, ആട്ടുംകാട്ടും തൊടണ്ടല്ലോ വെച്ചിട്ട് ചേച്ചി ഇതിൽ നിന്ന് ഉടക്കിയെന്നിട്ടാ. അതാണ് കേട്ടോ ഞങ്ങളുടെ വിശേഷങ്ങൾ. ചക്ക കായ്ക്കണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.